ആ കള്ളക്കണാരന്മാര് നഗരത്തിൽ എല്ലാരെയും പേടിപ്പിച്ചു വെച്ചിരിക്കുക. ഞാൻ വെറുതെ വിടില്ല. പൊതുജനങ്ങളെ പേടിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ഈ പോലീസ് മേഡം എപ്പോഴും ഹാജരാവുന്നതായിരിക്കും. ആ കള്ളക്കണാരന്മാരെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ തന്നെ അവരെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കും. അത് ശരി. അപ്പൊ പോലീസ് മാഡം എന്നെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. പക്ഷെ അവർക്കൊരു കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെയും ഒളിച്ചിരിക്കുന്ന ഈ കള്ളനെയും ആർക്കും തന്നെ പിടിക്കാൻ കഴിയില്ല. വാണ്ടഡ്, പിടികിട്ട പുള്ളി. പിടിച്ചു കൊടുക്കുന്നവർക്ക് സമ്മാനമോ? അതും 50,000 രൂപയോ? ആ അല്ല അനന്തരഭായ്, ഇതൊക്കെ എന്താണ്? പോലീസ് സ്റ്റേഷനിൽ ലേലം വിളിക്കുന്നോ? ലേലം വിളി 100-ൽ നിന്നോ? ലേലം വിളിയിൽ പങ്കെടുക്കാൻ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. ഇത്രയും വലിയ പോലീസ് സ്റ്റേഷന്റെ വില വെറും 100 രൂപയാണെന്നോ? ഞാൻ പോകുക അത് മേടിക്കാൻ. ഓട്. ഇത്രയും നല്ലൊരു അവസരം ഇനി എപ്പോ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. വാ പെട്ടെന്ന് നോക്കാം. വരൂ അനന്തരഭായ്, നമുക്ക് പോയി നോക്കാം. എന്താ ഇവിടെ നടക്കുന്നേ? വരൂ മാമ. ഞാൻ വിളിക്കുന്നു 101. ഞാനിതാ വിളിക്കുന്നു 150 രൂപ. സമ്മതമാണോ? എടോ ഇതൊരു പോലീസ് സ്റ്റേഷനാ. കുറച്ച് മര്യാദയൊക്കെ കാണിക്കേ. ഞാൻ ഒറ്റ വിളി 500 രൂപ. ഇന്ന് മുതൽ ഈ പോലീസ് സ്റ്റേഷൻ എന്റേതാ. അതെങ്ങനെയാണോ പോലീസ് സ്റ്റേഷൻ തന്റേതായി മാറുന്നത്? ഇനി ബാക്കിയുള്ളവരും വിളിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എടാ കണാര ബഹദൂർ, എന്താ ചെയ്യുന്നേ? എടാ വണ്ടി നിർത്തടോ. ഇവിടെ എന്തുട്ടാണ് നടക്കണത്? പോലീസ് സ്റ്റേഷൻ എന്താ ചന്തയാണെന്ന് വിചാരിച്ചോ? മേഡം, ഞാൻ 500 രൂപയ്ക്ക് ലേലം വിളിച്ച് ഈ പോലീസ് സ്റ്റേഷൻ അങ്ങ് വാങ്ങിച്ചിരിക്കുക. എന്നിട്ട് ഇവരാരും സമ്മതിക്കുന്നില്ല. എടക്കൊള്ളക്കണാരോ, തന്റെ തലയ്ക്ക് സുഖമില്ലടാ. നീ ആരാടാ പോലീസ് സ്റ്റേഷൻ വിലക്ക് വാങ്ങാനായിട്ട്? ചുമ്മാ അനാവശ്യം പറയരുത്. പോലീസിനെ കളിപ്പിക്കാൻ നോക്കണ്ട. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസ് മേഡത്തിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കണേ? പോലീസ് മാഡം, ഇതെല്ലാം കള്ളന്റെ പണിയാന്നാ തോന്നുന്നേ. ടിവിയിലൂടെ മാഡം വെല്ലു വിളിച്ചില്ലേ, അതിന്റെ പ്രതികാരം ചെയ്തതാവും. അമ്മാവാ, ബല്ലയെ കൊണ്ട് ഞാൻ തന്നെയാണ് ആ പോസ്റ്റ് ഒട്ടിപ്പിച്ചത്. അത് ഈ നഗരം മുഴുവൻ ഒട്ടിക്കണമെന്ന് പറഞ്ഞേക്ക്. പിന്നെ പോസ്റ്ററിൽ തിരിമറി നടത്താനും അവൻ ബഹുമിടുക്കനാണെന്ന് ഓർക്കണം. പോലീസ് മാഡം, ഞങ്ങള് നോക്കിക്കോളാം. വല്ല സാറേ, പോലീസ് മാഡം പറഞ്ഞല്ലോ പിടികിട്ട പുള്ളിയുടെ ഫോട്ടോ സാറിന്റെ കയ്യിൽ തന്നെന്ന്. അത് ഇന്നു മുതൽ ഈ നാട് മുഴുവൻ ഒട്ടിക്കണോ അത്രേ? എടോ അമ്മാവാ, പോസ്റ്റർ കൺമുന്നിലിരിക്കുന്നത് തനിക്ക് കണ്ടൂടെ? എടുത്തോണ്ട് പോയി നാട് മുഴുവൻ ഒട്ടിക്കാൻ നോക്ക്. ഓയ്, നിങ്ങൾ വിഷമിക്കട്ടെ, ഞാൻ ചെയ്തോളാം. ഞാനെങ്ങനെ പോവും? അത് പിന്നെ സാറേ, ഞാനല്ലേ ചാരൻ. അതുകൊണ്ട് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന ജോലി വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കൂ. എടോ, കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. ഈ പണിക്ക് ഞാൻ വേറെ ആളെ വെക്കണോ? ഇവിടെ പഞ്ചസാരയുടെ ഒരു കഷ്ണം വീടിരിക്കുക. അതിന്റെ പുറത്ത് താൻ വേറെ ചെലവുകളുടെ കാര്യം പറയുന്നു. എന്താ ബല്ലേട്ടാ, പോട്ടെ നീ. 1-2 പഞ്ചസാര മണിയുടെ പുറകെ എന്തിനാണാവോ ഇങ്ങനെ നടക്കണേ? ഒരു പഞ്ചസാരയുടെ കഷണത്തിന്റെ വിലയെ പറ്റി നിനക്കെന്തറിയാം? എനിക്ക് കിട്ടിപ്പോയി. വന്നിരിക്കുന്നു എന്റെ പഞ്ചസാര കഴിക്കാനായിട്ട്. ഈ പോസ്റ്റർ നാട് മുഴുവൻ ഒട്ടിക്കണം. അനന്തരവാ, ഇന്നാ പിടിച്ചോ കെമിക്കൽ. നീ ചോദിച്ച സാധനം ഇത് പോസ്റ്ററിൽ തേച്ചേക്ക്. വേറെ ആരാ എന്റെ മണ്ടയ്ക്ക് വേറൊരു പോസ്റ്റർ ഒട്ടിച്ചാലും അവന്റെ കയ്യിൽ ഈ കെമിക്കൽ പറ്റിപ്പിടിക്കുന്നതാണ്. ആ കയ്യിൽ ഒരു തുള്ളി വെള്ളം വീണാൽ പോലും അത് മഞ്ഞ കളറായി മാറുന്നതാണ്. എന്താ, നല്ല സാധനമല്ലേ?
മോനെ അനന്തരവാ, ഇതൊക്കെ എന്തുവാടാ? മാമാ, അവൻ ഭയങ്കരമായ കള്ളനാ. അവനെ പിടിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. ഇത് അയാൾക്ക് വേണ്ടിയുള്ള ട്രാപ്പാ. ഓ, എന്നെ ഫോട്ടോയിൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ആരും കണ്ണുവയ്ക്കാതിരുന്നാ മതിയായിരുന്നു. നിങ്ങൾ എന്റെ പോസ്റ്ററല്ല ഇനി ബാനർ കൊണ്ടുവച്ചാലും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെയും ഒളിച്ചിരിക്കുന്ന ഈ കള്ളനെയും ഒരിക്കലും പിടിക്കാനാകില്ല. ഓ ഡിൻഡിഡി ഡാൻഡിഡി. ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും ഫേമസ് ഡിറ്റക്റ്റീവ് ആയോ? എന്നിട്ട് ഞാനത് അറിഞ്ഞേ ഇല്ലല്ലോ. എന്റെ പോസ്റ്റർ നാട് മുഴുവൻ ഒട്ടിച്ചിരിക്കുന്നു. എന്നാലും ആരായിരിക്കും ഒട്ടിച്ചത്? അതെ, അയാളെ പിടിക്കേ, പിടിക്കേ. അയാളെ പിടിച്ച് 50 ലക്ഷം രൂപ കിട്ടും. മാമാ, ആ കള്ളൻ പോസ്റ്ററെല്ലാം മാറ്റി. മാമനെ പിടിച്ചാൽ 50 ലക്ഷം സമ്മാനം. ദേ നോക്ക്, ആൾക്കാർ വരുന്നു. ഓടിക്കോ മാമാ, വേഗം ഓടിക്കോ. അയ്യോ 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 മോനെ അനന്തരവാ, ഈ പണി നമുക്ക് തിരിച്ചു കിട്ടിയല്ലോടാ. നിങ്ങൾക്കൊക്കെ ലിഫ്റ്റ് വേണമെങ്കിൽ വണ്ടിയിലേക്ക് കയറിക്കോ. കള്ളൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. കയറിക്കോ. എടോ, എന്തെന്നാണോ ഇത്? നിക്കവിടെ. മാമാ, മുന്നോട്ട് നോക്ക്. വണ്ടി വേഗം അങ്ങോട്ട് വിട്ടോ. അയ്യോ, വണ്ടിയുടെ ടയറിന് തന്നെ പറ്റി. കിട്ടിപ്പോയി, പിടിപോയി. എങ്ങോട്ടാണോ ഓടണവന്റെ? നിന്റെ കാല് തല്ലി ഓടിക്കും. താണ്ടെ ഓടുന്നു, പിടിക്കവനെ. വിടലേ, അവനെ പിടിക്കേ. മാമന്റെ ശരീരത്തിൽ എങ്ങനെ മഞ്ഞ കളർ വന്നേ? അതിനർത്ഥം ആ കള്ളൻ ആ കൂട്ടത്തിലുണ്ടെന്നാ. അവൻ പോസ്റ്റർ മാറ്റിയപ്പോ അവന്റെ കയ്യിൽ കെമിക്കൽ വന്നു. അങ്ങനെ ആ കെമിക്കൽ മാമന്റെ ഷർട്ടിലും വന്നു. മാമന്റെ ദേഹത്ത് വെള്ളം വീണപ്പോ മഞ്ഞ കളറായി. ഐഡിയ. പോലീസ് മാഡം, വേഗം ടൗൺ ഹാളിലേക്ക് വാ. വരൂ മാമ, അങ്ങോട്ടേക്ക് പോവാം. കള്ളനെ പിടിക്കണ്ടേ? പക്ഷെ എങ്ങനെ പിടിക്കാൻ പോകുന്നതെന്നും കൂടി ഒന്ന് പറ. മാമാ, ഓടിക്കോ. അവരത് അവിടെയുണ്ട്. ഇത്രയും അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ കരുതിയേയില്ല. എന്നാ പിന്നെ ബാക്കി കൂടി പോയി കണ്ടു കളയാം. അമ്മാവന്റെ അവസ്ഥ എന്താവോ എന്തോ. വിടരുത്, അവനെ വേഗം പിടിക്കേ. അങ്ങോട്ട് പോയി. അവിടെയുണ്ട്, അവിടെയുണ്ട്. അവിടെ നിക്കടാ കൊള്ളക്കണാരോ. എന്തായി നടക്കുന്നേ? ഇന്നാ പിടിച്ചോ നിങ്ങളുടെ കുറ്റവാളി. ഞാൻ എന്റെ ജീവൻ പണയം വെച്ചും ബുദ്ധി ഉപയോഗിച്ചും പിടിച്ചതാണ്. അത് കൊള്ളാം. നിനക്കല്ല ഒറ്റയ്ക്ക് തിന്നാന്നാണോ വിചാരം?
ഞങ്ങൾ എന്താ ഇവിടെ പുല്ല് പറിക്കാൻ വന്നവരാണോ? 50 ലക്ഷം എനിക്ക് വേണം. ആരൊരക്ഷരമിണ്ടരുത്. ഇത് നമ്മുടെ അമ്മാവനാ. ഇയാളെ അല്ല നമ്മൾ പിടിക്കേണ്ടിയിരുന്നത്. കള്ളനെ വിട്ടുകളഞ്ഞു അല്ലേ? എടാ കൊച്ചേർക്ക, ആ കള്ളക്കണാരൻ എവിടെ കള്ളൻ പോയടാ? ഇവിടെയുണ്ട്. എല്ലാ വാതിലുകളും വേഗം അടയ്ക്ക്. ഇനി എല്ലാവരും മുന്നിലേക്ക് വന്ന് കൈ കഴുക്. കൈ കഴുകിയത് കൊണ്ട് എന്തുണ്ടാവാനാ? ഞാൻ അടിപൊളിയായിട്ടാ വേഷം മാറിയിരിക്കുന്നത്. എന്നെ തിരിച്ചറിയാനാകില്ലല്ലോ. ആ. ഇതാണോ കള്ളൻ? മോനെ അനന്തരവാ, നീ എത്ര വലിയ തന്ത്രശാലിയാണെങ്കിലും എന്നേക്കാൾ വലിയവനാകില്ല ഒരിക്കലും. വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെയും ഈ ഒളിച്ചിരിക്കുന്ന കള്ളനെയും ഒരിക്കലും പിടിക്കാനാകില്ല. എന്തുട്ടത്? പിടിക്കവനെ. എടോ അവിടെ നിക്കേ. എടോ ഞങ്ങളോട് കൊടുക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് കൊമ്പനെയും മുട്ടുകുത്തിക്കും ഈ മാമനും പിന്നെ അനന്തരവനും. ആ അമ്മച്ചി, ഞാൻ പിടിച്ചു. അവൻ എന്റേതാ. പിടിച്ചു. ഇവിടെ ഞാനാ ആദ്യം വരണം. പിടിച്ചത്. ഞാൻ എനിക്ക് വേണ്ട കാശ്. ഞാനാ പിടിച്ചത്. എനിക്ക് തന്നെ വേണം. അയ്യ, അവിടെ നിക്ക്. എല്ലാവർക്കും കിട്ടും. ഉപ്പതിനവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമാ? ആ പെർഫെക്റ്റ്. ഓക്കേ.